കൊച്ചി മെട്രോയുടെ തൃപ്പൂണിത്തുറ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ രാജ്യത്തെ വിവിധ മെട്രോ സ്റ്റേഷനുകളോടൊപ്പമാണ് തൃപ്പൂണിത്തുറ സ്റ്റേഷന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചത്. എറണാകുളത്ത് റെയിൽ ഗതാഗതം സാധ്യമാക്കിയ രാജർഷി രാമവർമ്മയുടെ സ്മരണകൾ ഉൾക്കൊള്ളുന്നതാണ് തൃപ്പൂണിത്തുറ സ്റ്റേഷൻ. ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെ നീളുന്ന മെട്രോയുടെ ആദ്യഘട്ടമാണ് പൂർത്തിയായത്. കൽക്കട്ടയിൽ നടന്ന ചടങ്ങിൽ മെട്രോ സ്റ്റേഷന്റെ ഉദ്ഘാടന കർമ്മം ഓൺലൈനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. आदरणीय प्रधानमंत्री महोदय द्वारा हरी झंडी दिखाते ही ट्रेन अपनी തുടർന്ന് തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ നിന്നുള്ള ആദ്യ മെട്രോ സർവീസ് നടന്നു. മെട്രോയുടെ ഗംഗ എന്ന ട്രെയിനാണ് ആദ്യ സർവീസ് നടത്തിയത്. ഭിന്നശേഷിക്കാരായ കുട്ടികളും തെരഞ്ഞെടുക്കപ്പെട്ടവരുമായിരുന്നു യാത്രക്കാർ. ചരിത്ര നഗരിയിലേക്ക് മെട്രോ എത്തുന്നതോടെ കൊച്ചിയുടെ വികസനപാതയിൽ തൃപ്പൂണിത്തുറയും പ്രവേശിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലെത്തുന്നവർക്ക് ഇനി ഗതാഗത കുരുക്കില്ലാതെ നഗരത്തിലേക്ക് എത്താം. കൊച്ചി മെട്രോയുടെ ദൈനംദിന യാത്രക്കാർ 1 ലക്ഷത്തിലേക്ക് എത്തുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചരിത്ര നഗരിയിലേക്ക് മെട്രോ സർവീസ് എത്തുന്നതോടെ എറണാകുളം ജില്ലയുടെ പ്രധാന മേഖലകളിൽ ഒന്നായ തൃപ്പൂണിത്തുറയും വികസന പാതയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ആദരണീയനായ പ്രധാനമന്ത്രി തയ്യാറായി എന്നതിലുള്ള സന്തോഷവും കൂടി ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തട്ടെ. ആദ്യഘട്ടം പൂർത്തിയാകുന്നതോടെ 25 സ്റ്റേഷനുകളായി 28.125 കിലോമീറ്റർ ആകും മെട്രോയുടെ നീളം. രാജനഗരിയുടെ സംസ്കാരവും പൈതൃകവും ഉൾക്കൊള്ളുന്നതാണ് പുതിയ മെട്രോ സ്റ്റേഷൻ. അത്തച്ചമയത്തിന്റെയും വൃശ്ചികോത്സവത്തിന്റെയും നഗരിക്ക ഇനി മെട്രോയുടെ പ്രൗഢിയും. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി.